US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ 20 മിനിറ്റ് നേരം അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ലോകം വളരെ പ്രതീക്ഷാപൂർവ്വം അല്ലെങ്കിൽ ആകാംക്ഷാപൂർവ്വം വീക്ഷിച്ച ഒരു സംസാരമായിരുന്നു അത്. കാരണം ഇറാൻ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ആ പ്രഭാഷണത്തിൽ ഉണ്ടാകും എന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായി ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു പ്രഭാഷണ രൂപത്തിലാക്കി അവതരിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ഇന്ന് ചെയ്തത്. എങ്കിലും നമുക്ക് ഇറാൻ യുദ്ധത്തിന്റെ ഭാവി എന്താകുമെന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം വളരെ പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 2-3 ആഴ്ചകൾ കൂടി ഈ യുദ്ധം തുടരുമെന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇറാനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അടുത്ത വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാനെ ഒരു ബാക്ക് ടു ദി സ്റ്റോൺ ഏജസ്, ഒരു ശിലായുഗ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തകർത്തുകൊണ്ട് അതിനെ ഒന്നിനും സാധിക്കാത്ത രീതിയിൽ, എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിനെ തകർത്ത് കളയും എന്നുള്ള സൂചനകളാണ്, അല്ലെങ്കിൽ അത് വ്യക്തമായി തന്നെ ട്രംപ് ഇന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ US ആഗ്രഹിക്കുന്ന ഒരു കരാറിലേക്ക് ഇറാൻ എത്തിയില്ലെങ്കിൽ, ഇറാൻ അതിന് സന്നദ്ധമായിട്ടില്ലെങ്കിൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 5 ആഴ്ചകളിൽ എന്താണോ ഈ മേഖലയിൽ പശ്ചിമേഷ്യ കണ്ടിട്ടുള്ളത് അതേ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മേഖലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സമാധാനം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രഭാഷണത്തിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, കരയുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. കരയുദ്ധം എന്നുള്ളത്, അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു, അമേരിക്ക അതിന് ആവശ്യമായിട്ടുള്ള സൈനികരെ സജ്ജമാക്കുന്നു, മറീനുകൾ പശ്ചിമേഷ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ നിരന്തരം കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ മാധ്യമങ്ങളും അത്തരം വാർത്തകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രഭാഷണത്തിൽ കരയുദ്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹോർമൂസ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല ഹോർമൂസ് ആർക്കാണോ ആവശ്യമുള്ളത് അവര് തന്നെ അത് തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന നിലക്കാണ് ട്രംപ് അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അഥവാ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്നില്ല, അതേസമയം തന്നെ ഒരു കരയുദ്ധത്തിലേക്ക്, ഇറാനിലേക്കുള്ള ഒരു ഇൻവെൻഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പിടിച്ചടക്കലിലേക്ക് അല്ലെങ്കിൽ വളരെ എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകളും ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നില്ല. അതേസമയം കഴിഞ്ഞ 5 ആഴ്ചകളിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ തന്നെ ഒരു തുടർച്ച അടുത്ത 3 ആഴ്ചയോ 4 ആഴ്ചയോ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയിൽ പശ്ചിമേഷ്യയിൽ ഒന്നാകെ പെട്ടെന്ന് തന്നെ ഒരു സമാധാന അന്തരീക്ഷം രൂപപ്പെടാനുള്ള സാധ്യതകൾ ഇന്നത്തെ ട്രംപിന്റെ സംസാരം വിശകലനം ചെയ്യുമ്പോൾ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ട്രംപിന്റെ ഈ സംസാരത്തെ മറുപടിയായിട്ട് വളരെ വ്യക്തമായിട്ട് തങ്ങൾക്ക് നേരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും തിരിച്ചടിക്കും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഉദ്ദേശിക്കുന്ന ഒരു ഡീലിലേക്ക് ഇറാൻ നിന്നുകൊടുക്കാനുള്ള സാധ്യതകൾ നിലവിലെ സാഹചര്യത്തിൽ തീർത്തും പ്രതീക്ഷിക്കാവുന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇറാൻ വളരെ ശക്തമായി തന്നെ അമേരിക്ക നെഗോഷിയേഷൻ നടത്തുമ്പോൾ തന്നെ ആക്രമിക്കുന്ന അതിന്റെ 2 തവണത്തെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇറാൻ അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള സംഭാഷണത്തിനും തയ്യാറല്ല. പ്രത്യേകിച്ച് അമേരിക്ക മുന്നോട്ട് വെച്ചു എന്ന് പറയുന്ന 15 കരാർ എന്ന് പറയുന്നത് അത് തീർത്തും ഏകപക്ഷീയമാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെഗോഷിയേഷനും സന്നദ്ധമല്ല എന്നുള്ളത് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു സമാധാന ചർച്ചയിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കാനുള്ള സാധ്യതകൾ ഒന്നും ഈ ഒരു അവസരത്തിൽ നമുക്ക് കാണുന്നില്ല. അതേസമയം തന്നെ പാകിസ്ഥാന്റെയും മറ്റു രാജ്യങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തുകൂടി പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പാകിസ്ഥാനിൽ സൗദി അറേബ്യ, തുർക്കിയ, അതുപോലെ തന്നെ ഈജിപ്ത് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ചേർന്ന് നടത്തിയ സംഭാഷണത്തിന് ശേഷം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിക്കുകയും അവിടെ പല സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈജിപ്ത് വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിക്കുകയും വ്ളാദിമിർ പുടിനുമായി അടക്കം സംഭാഷണം നടത്തുകയും ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ ഇറാനെയും US-നെയും നെഗോഷിയേഷൻ ടേബിളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം ശ്രമങ്ങൾ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ 2-3 ആഴ്ചകൾക്ക് ശേഷമെങ്കിലും ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകൂ എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായും യുദ്ധം തുടങ്ങുന്നത് പോലെ എളുപ്പമല്ല യുദ്ധം അവസാനിപ്പിക്കാൻ എന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ് ഇറാൻ യുദ്ധത്തിലൂടെ എന്ന് നമുക്ക് കാണാം.